നമസ്കാരം. പകൽ വെളിച്ചത്തിൽ ലഹരിക്കെതിരെ വീറുറ്റ പോരാട്ടം നയിക്കുകയും സോഷ്യൽ മീഡിയയിൽ ഉപദേശങ്ങൾ കോരിയിടുകയും ചെയ്യും. രാത്രിയാകുന്നതോടെ അതെല്ലാം മറന്ന് കിലോ കണക്കിന് മാരക ലഹരി മരുന്നുമായി ആഡംബര കാറിൽ സർവീസ് നടത്തുക. വാർത്തകളിലെ ഈ താരം മറ്റാരുമല്ല, യൂത്ത് കോൺഗ്രസ് വലിയകുളം മേഖലാ പ്രസിഡന്റും വി ഡി സതീശന്റെ സോഷ്യൽ മീഡിയ കോഓർഡിനേറ്ററാണെന്ന് സ്വയം അവകാശപ്പെടുകയും ചെയ്തിരുന്ന മുഹമ്മദ് ഹുസൈനാണ്. ഒടുവിൽ എറണാകുളത്ത് നിന്നും കാസർഗോഡേക്ക് KN40W 0051 സ്വിഫ്റ്റ് കാറിൽ കടത്താൻ ശ്രമിച്ച 130 ഗ്രാം MDMAയുമായി കാസർഗോഡ് ജില്ലാ അതിർത്തിയായ കാലിക്കടവിൽ വെച്ച് ഇയാളും സംഘവും പോലീസിന്റെ വലയിലായതോടെ അഴിഞ്ഞു വീണത് സമാധാനപ്രിയനായ പൊതുപ്രവർത്തകന്റെ മുഖം മൂടിയാണ്. സംഭവം വിവാദമായതോടെ ഇയാളെ യൂത്ത് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഭാരവാഹിത്വത്തിൽ നിന്നും അടിയന്തരമായി പുറത്താക്കിയിട്ടുണ്ട്. നാടിനെ ലഹരിമുക്തമാക്കാൻ നാടുണരണമെന്ന് ആഹ്വാനം ചെയ്ത് എറണാകുളം വലിയകുളം വെങ്ങോലയിൽ പ്രഭാത സവാരി സംഘടിപ്പിക്കുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ആളാണ് അറസ്റ്റിലായ ഈ ഭാരവാഹി. പോരാത്തതിന് ആഭ്യന്തര വകുപ്പിന്റെ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പുകൾ അയക്കുന്നതിലും ഇയാൾ ഒട്ടും മടി കാണിച്ചിരുന്നില്ല. എന്നാൽ ഈ പൊതുജന സേവനവും മാന്യതയുടെ ലേബലും ലഹരി വ്യാപനത്തിനായുള്ള മികച്ചൊരു മറ മാത്രമായിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന പ്രഭാത സവാരിയുടെ തൊട്ടടുത്ത ദിവസം തന്നെ കോഴിക്കോട് ഇയാൾ ലഹരി വിതരണം നടത്തിയെന്ന റിപ്പോർട്ടുകൾ ഈ പോരാളിയുടെ ആത്മാർത്ഥതയെക്കുറിച്ച് ചിരിയും അതോടൊപ്പം ഞെട്ടലും ഒരുപോലെ ഉണ്ടാക്കുന്നതാണ്. ഒരു മാസം കൊണ്ട് മാത്രം 2 കിലോയിലധികം വരുന്ന മാരക ലഹരി മരുന്നാണ് ഈ സംഘം മേഖലയിൽ വിതരണം ചെയ്തതെന്നും കരുതപ്പെടുന്നു. മുൻപ് മറ്റ് കേസുകളിലൊന്നും പ്രതിയായിരുന്നില്ല എന്ന ശുദ്ധമായ പോലീസ് റെക്കോർഡും രാഷ്ട്രീയ പിന്തുണയും തന്നെയാണ് വൻതോതിലുള്ള ലഹരിക്കടത്തിന് ഇവർ ആയുധമാക്കിയത്. എറണാകുളത്തു നിന്നും പുറപ്പെട്ട സംഘം യാതൊരു തടസ്സവുമില്ലാതെ വഴിമധ്യേ 3 സ്ഥലങ്ങളിൽ വിതരണം നടത്തിയ ശേഷമാണ് ബാക്കി വന്ന 130 ഗ്രാം MDMAയുമായി കാസർഗോഡ് ജില്ലയിലേക്ക് പ്രവേശിച്ചത്. കാഞ്ഞങ്ങാടുള്ള ഒരാൾക്ക് ലഹരി കൈമാറാനായിരുന്നു പ്ലാൻ. MDMA സ്വീകരിക്കേണ്ട ഇയാൾ കൃത്യമായി ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ അയച്ചും കൊടുത്തു. എന്നാൽ പ്രതികളുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചു. മുൻപ് കോഴിക്കോട്ട് ഒരു ഘടകകക്ഷി നേതാവ് വഴി പുറത്തുവരാതിരുന്ന വിവരങ്ങൾ തളിപ്പറമ്പിലെ യൂത്ത് കോൺഗ്രസ് നേതാവിലൂടെ ചോർന്ന് ഒടുവിൽ കാസർഗോഡ് ജില്ലാ ഡാൻസ് ഓഫ് സംഘത്തിന്റെ കൈകളിലെത്തുകയായിരുന്നു. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച കൃത്യമായ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കാലിക്കടവ് ദേശീയപാത സർവീസ് റോഡിൽ വെച്ച് വാഹനം തടഞ്ഞു നിർത്തി നടത്തിയ പരിശോധനയിലാണ് സട കുടഞ്ഞെഴുന്നേറ്റ ലഹരിശേഖരം കണ്ടെടുത്തത്. ആദ്യഘട്ടത്തിൽ സാധാരണ കേസാണെന്ന് തോന്നിച്ചെങ്കിലും അറസ്റ്റിന് പിന്നാലെ പ്രതികളുടെ ഉയർന്ന രാഷ്ട്രീയ ബന്ധങ്ങളും മുഖ്യമന്ത്രിയുമായുള്ള വിഷയങ്ങൾ വരെ ഉയർന്നു വന്നതോടെ കേസിന് കടുത്ത രാഷ്ട്രീയ നിറം കൈവന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ MDMA ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ അതിരഹസ്യമായാണ് പോലീസ് കൈകാര്യം ചെയ്യുന്നത്. നിലവിൽ റിമാൻഡിലായ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. കേസ് അട്ടിമറിക്കപ്പെടുമോ എന്ന ആശങ്ക പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ടെങ്കിലും ബാഹ്യ ഇടപെടലുകൾക്ക് വഴങ്ങാതെ ലഹരിക്കടത്തിന്റെ അടിവേരുകൾ അന്വേഷിച്ച് കണ്ടെത്താൻ ആഭ്യന്തരമന്ത്രിയിൽ നിന്നും കർശന നിർദ്ദേശം പോലീസുകാർക്ക് ലഭിച്ചിട്ടുണ്ട്. മുഖം നോക്കാതെയുള്ള നടപടിയാണ് എടുക്കുന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ പ്രവർത്തകരായുള്ള പോലീസ് വിഭാഗം.